ഈ കാണുന്നതൊക്കെ എന്താണ്? ക്രിസ്ത്യാനികളോട് മോദി ഉത്തരം പറയണം. മറുനാടൻ ഷാജൻ ആദ്യമായി ഇരവാദം പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നു. സാധാരണ ഷാജൻ സ്കറിയ ഇരവാദം പറയുന്ന ആളുകളെ സംഘപരിവാര BJP ആളുകളോടൊപ്പം ചേർന്നുകൊണ്ട് അവരെ ഇകഴ്ത്തുകയും അവരെ തീവ്രവാദികളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ബ്ലോഗറാണ്. ഇന്ന് ഷാജൻ സ്കറിയ ഒരു മണിക്കൂർ മുമ്പേ ഒരു വാർത്ത പറയാൻ. എന്താ വാർത്ത? അതായത് ഈ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് പള്ളികളിൽ നടക്കുന്ന സുവിശേഷ പ്രസംഗങ്ങളും മറ്റുമൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു ഹിന്ദുത്വ ഭീകരൻ അത്തരത്തിൽ പ്രവർത്തിക്കുന്നതും, അതേപോലെ തന്നെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള തൊപ്പി വിൽക്കുന്ന ഒരു കുട്ടിയോട് ഇത് ഹിന്ദു രാജ്യമാണ് എന്ന് പറയുന്ന ഹിന്ദുത്വ ഭീകരനെ കാണിച്ചുകൊണ്ടും, അതേപോലെ തന്നെ കണ്ണ് കാണാത്ത പള്ളിയിലിരിക്കുന്ന ക്രിസ്ത്യാനികളിൽപ്പെട്ട അത്തരം ആളുകളെ ഒരു BJPയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ത്രീ വന്നിട്ട് അവരെ ആക്രമിക്കുന്നതുമായ 3 വീഡിയോകളെ കാണിച്ചുകൊണ്ടാണ് ഷാജൻ ഇരവാദം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ആ വീഡിയോ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല, കാരണം ഷാജൻ അത്തരം കാര്യങ്ങളിൽ ഒരു നാറിയ സ്വഭാവമുള്ള ആളാണ്. അതായത് താൻ പറഞ്ഞ കാര്യങ്ങളെ എടുത്തുകൊണ്ട് വിമർശനാത്മകമായി എടുത്തുകൊണ്ട് ആരെങ്കിലും ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ കോപ്പിറൈറ്റ് കൊടുത്തുകൊണ്ട് അയാളെ പൂട്ടിക്കാനും മറ്റുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാറിയ, അതായത് ആശയം നശിക്കുമ്പോൾ നാറിയ പണിയെടുക്കുന്നവനാണ് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാവുന്ന ആളായതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഫോട്ടോ മാത്രം കാണിച്ചു തരാം. ഈ കാണുന്നതാണ്, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ വാർത്തയിൽ ഷാജൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ക്രിസ്ത്യാനികളെയും മറ്റുള്ളവരെയും ഒന്നും സംഘപരിവാരം യാതൊരു വിധത്തിലും ചേർത്ത് പിടിക്കുക എന്നല്ലാതെ യാതൊരു വിധത്തിലും ഉന്മൂലനം ലക്ഷ്യം വെക്കുന്നില്ല എന്ന്. വിചാരധാര എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ ആ ഒരു പ്രത്യയശാസ്ത്രത്തെ മാത്രം പരിശോധിച്ചിരുന്നുവെങ്കിൽ ഷാജൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തില്ലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഷാജനെ സംബന്ധിച്ചിടത്തോളം ഷാജൻ്റെ വ്ളോഗിംഗ് ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ അത് BJP സംഘപരിവാരത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രവുമല്ല, ഷാജന്റെ മനസ്സിൽ മുസ്ലിം സമൂഹത്തോടുള്ള വെറുപ്പ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ അവതരിപ്പിക്കാറുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്നവർക്ക് തോന്നും അത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചല്ലേ പറയുന്നത് എന്നുള്ളതൊക്കെ തോന്നിപ്പോവും. പക്ഷേ ഷാജന്റെ ലക്ഷ്യം അത് മുസ്ലിം മത സമൂഹം തന്നെയാണ് എന്നുള്ളത് ഈ വീഡിയോയിൽ പോലും അവസാനം ഷാജൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാമിൻ്റെ ഇത്തരം അക്രമങ്ങളൊക്കെ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘപരിവാരത്തേക്കാൾ അപ്പുറത്തേക്കാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും ഷാജൻ്റെതായ കാര്യത്തിൽ ചെറിയ ഒരു നോവൽ ഉണ്ടായി ഇത്തരത്തിലുള്ള ക്രൈസ്തവരോടുള്ള ആക്രമണത്തിൽ എന്നുള്ളത് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ ഷാജൻ ഇരവാദം പറയുന്നത് കേൾക്കാണ്. ഇവിടെ ഒരു ഭാഗത്ത് തിന്നതിൻ്റെ പേരിൽ മുഹമ്മദ് അഖിലാഖിനെയും അതേപോലെ തന്നെ ജുനൈദ് എന്ന് പറയുന്ന മോനെയും ഒക്കെ സംഘപരിവാര ഫാസിസ്റ്റുകൾ കൊല ചെയ്തപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഷാജൻ സ്കറിയക്ക് അതൊരു വിഷയമായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, വാളയാറിലെ അട്ടപ്പള്ളത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം രാംനാരായൺ ഭയ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ക്രൂരമായി RSSന്റെ പ്രതികളടക്കമുള്ള ആളുകൾ അരുംകൊല ചെയ്തപ്പോൾ പോലും ഷാജൻ ആ വാർത്ത അത്ര വലിയ പ്രാധാന്യം അർഹിക്കാത്ത രീതിയിലാണ് കൈകാര്യം ചെയ്തത്. കാരണം എന്താ, അവിടെയൊക്കെ അത്തരത്തിൽ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ ചാനലിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലായതുകൊണ്ട് അവിടെയൊന്നും തൊടാതെ മുന്നോട്ട് പോകുന്ന അത്രമേൽ മനോഭാവങ്ങളെയും അജണ്ടകളെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചാനലാണ് മറുനാടൻ ഷാജൻ്റേത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രമേൽ ഈ 2 വിഭാഗങ്ങൾ തമ്മിൽ വളരെ വലിയ വർഗീയപരമായ ചേരിതിരിവിലേക്ക് നയിക്കാൻ പറ്റുമോ അതിനൊക്കെയുള്ള എല്ലാവിധ മരുന്നുകളും ഇട്ടുകൊണ്ടാണ് ഷാജൻ സ്കറിയ മുന്നോട്ട് പോകാറുള്ളത് എന്ന് ഷാജൻ സ്കറിയയുടെ ഈ പറയുന്ന ചാനൽ നമുക്ക് വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ചില നിഷ്പക്ഷമായ വാർത്തകൾ അദ്ദേഹം ചെയ്യുമെങ്കിലും ഏറ്റവും കൂടുതൽ ആ നിഷ്പക്ഷമായ വാർത്തകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അയാൾ പറയാൻ ശ്രമിക്കുന്നത് വർഗീയതയും വിഭാഗീയതയും ഉണ്ടാക്കുന്ന രീതിയിലാണ് എന്ന് നമുക്കറിയാം. ധാരാളം കേസുകൾ അതുമായി ബന്ധപ്പെട്ട് എടുത്തതും എന്നാൽ അതെവിടേക്കും എത്താത്തതുമായ സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഏതായാലും ഈ വിഷയത്തിൽ ഷാജന്റെ ഇരവാദം കേട്ടപ്പോൾ ഷാജന് പോലും അതൊരു ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷാജന് പോലും തോന്നി ഇരയാക്കപ്പെടുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് മോദി ഉത്തരം പറയണം,
RSS ഇതിന് ഉത്തരം പറയണം, BJP ഇതിന് ഉത്തരം പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഷാജൻ രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ആകുമ്പോൾ കരോൾ ഉണ്ടാകും, അവരുടേതായ ആഘോഷങ്ങൾ ഉണ്ടാകും, അവരുടേതായ പ്രാർത്ഥന, സുവിശേഷ പ്രാർത്ഥന യോഗങ്ങൾ പള്ളികളിൽ നടമാടും. നമുക്കൊക്കെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആഘോഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. നമ്മുടെ വീടുകളിലൂടെയൊക്കെ കരോൾ വരുമ്പോൾ നമ്മൾ അതിനെയൊക്കെ ബഹുമാനിക്കുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ, ആ സാഹചര്യത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ഇപ്പൊ UP-യിലൊന്നും ക്രിസ്മസിന് ഷാജന്റെ ഏറ്റവും വലിയ ഹീറോ ആയ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP-യിൽ ക്രിസ്മസിന് അവധിയില്ല എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ ഇത്തരം അക്രമങ്ങൾ ധാരാളമായിട്ട് ക്രിസ്മസ് ആയതോടുകൂടി ക്രിസ്ത്യാനികൾക്ക് മേലെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ഖേദകരമായ സംഭവ വികാസങ്ങൾ നമുക്കറിയാം. പക്ഷേ അവിടെ ഒന്നും മുസ്ലിം മതവിഭാഗങ്ങൾ ക്രൈസ്തവരെയോ അല്ലെങ്കിൽ ഹൈന്ദവ ആഘോഷങ്ങളെയോ ആക്രമിക്കുകയോ അതില്ല എന്ന് പറയുകയോ ചെയ്ത ഒരു സംഭവം പോലും ഇവർക്കൊന്നും ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാതെ തന്നെ ഒരു കാരണവുമില്ലാതെ ഒരു മതത്തെ നോക്കിക്കൊണ്ട് വർഗീയമാണവർ എന്ന് പറയുന്ന അത്തരം ആളുകളുടെ മനോഭാവത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ക്രൈസ്തവർക്ക് നേരെ ഈ പറയുന്ന ഹിന്ദുത്വ ഭീകരർ, അങ്ങനെയാണ് ഷാജൻ സ്കറിയ അതിനെ പറഞ്ഞു വെച്ചത്. അതെ, ഹിന്ദുത്വ ഭീകരാൽ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് ഷാജന് പോലും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടം കൊണ്ടൊന്നും തീരുന്ന ഒന്നല്ല ഈ മതന്യൂനപക്ഷങ്ങളോടുള്ള ഇത്തരം ഹിന്ദുത്വ ഭീകരുടെ അജണ്ട. അത് എത്രയോ കാലമായിട്ട് ഷാജ പല മത ന്യൂനപക്ഷങ്ങളോടും അവർ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ കണ്ണടച്ചുകൊണ്ട് സ്വന്തം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതിന് ഇരയാക്കപ്പെടുന്ന കാഴ്ച കാണുമ്പോൾ ഞങ്ങൾ ഇരയാക്കപ്പെടുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ വിചാരധാരയും അതേപോലെ തന്നെ അവരുടെ അജണ്ടകളെക്കുറിച്ചും കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് മനസ്സിലാകും അതൊക്കെ ഏത് അർത്ഥത്തിൽ വരുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും ഷാജൻ കാണിച്ചുകൊണ്ട് ആ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവ മതവിഭാഗത്തിന്റെ ആഘോഷങ്ങളാകട്ടെ ആരാധനകളാകട്ടെ അവരുടെ മതവിശ്വാസത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ അല്ലെങ്കിൽ ഒന്ന് ട്രെയിനിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പോലും അത് മതപരിവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിൽ അടക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഷാജൻ സ്കറിയക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ തൻ്റെ ചാനൽ ആരെയാണോ പ്രൊമോട്ട് ചെയ്യുന്നത് അവർക്ക് അത് ഗുണകരമല്ല എന്നുള്ളത് കൊണ്ട് മൂടി വെക്കുകയും മറ്റൊരു തരത്തിൽ ഇരയാക്കപ്പെടുന്ന ആളുകൾ ഇരവാദം ഉന്നയിക്കുമ്പോൾ അതിനോട് കൊഞ്ഞനം കുത്തുകയും അവരെ മതതീവ്രവാദികളാക്കി മാറ്റുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തി എടുക്കുമ്പോൾ ഒരു നാൾ താങ്കളെയും തേടി ഇത്തരം ആളുകൾ എത്തുമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോയാൽ താങ്കൾക്ക് ഗുണകരമായിരിക്കും എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്കളുടെ ഇരവാദ വാർത്ത ആദ്യമായി കേട്ടപ്പോൾ ഇങ്ങനെ ഒന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ആശയപരമായി ഇങ്ങനെ തന്നെ പറയുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.